ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. മഞ്ഞ നിറത്തിലുള്ള പട്ടില് ഒരു കഷ്ണം മഞ്ഞള് കെട്ടി നമ്മളുടെ പണം വെക്കുന്ന അലമാരയിൽ സൂക്ഷിച്ചാല് ധനം വരുമെന്ന് പഴയ ആളുകൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇനി നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മഞ്ഞ കളർ, ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലേ, മഞ്ഞ കളർ. ഇത് ഗ്രഹത്തിലെ വ്യാഴത്തെയാണ് കാണിക്കുന്നത്. വ്യാഴത്തിന്റെ കാരകത്വമാണ് ഉള്ളത്. മഞ്ഞ കളർ ഡ്രസ്സ് ധരിച്ചാൽ പോലും വ്യാഴത്തിന്റെ എനർജി നമ്മൾക്ക് കൂടുതൽ ആഗിരണം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. നമ്മളുടെ ആധാര ചക്രങ്ങളുണ്ടല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. മഹിം മൂലാധാരേ കിമപി മണിപുരേ ഹുദാവഹം സ്ഥിതം സ്വാധിഷ്ഠാനെ മഹിം അരുത ആകാശം ഉപരി മനോഭിത്വം നത്വാം രതി നയന ലോഹ്യേന വപുഷ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നാലിതളുള്ളൊരു താമരയായി സൂനമതും നിന്നായതനം ആയതിലും പുനരാരിഹമോദം മായാവിനി വാഴുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും. മൂലാധാരത്തിലിരിക്കുന്ന ശക്തി, സ്വാധിഷ്ഠാനത്തിലിരിക്കുന്ന ശക്തി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കുഴപ്പിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ അമാനുഷിക ലോകം എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. വലിയ വീഡിയോകളായിരിക്കും, ശരകലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ സബ്ജക്റ്റിലേക്ക് അതുകൊണ്ട് കിടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വ്യാഴത്തിന്റെ എനർജി ശരീരത്തിൽ ഓടുന്ന ചക്രങ്ങൾ ഉണ്ട്. ആ ചക്രങ്ങൾ വഴി നമ്മൾ ഇട്ടിരിക്കുന്ന യെല്ലോ കളറാണെങ്കിൽ ആ ശക്തിയെ ബോഡി അബ്സോർബ് ചെയ്യും ചക്രങ്ങളിലൂടെ എന്നാണ് പറയുന്നത്. ഫിംഗറിലും ഉണ്ട് അത്തരത്തില്. വ്യാഴവിരലില് മഞ്ഞ പുഷ്യരാഗം സ്വർണത്തിൽ കെട്ടി ധരിക്കുമ്പോഴും ഈ ബലമൊക്കെ വരും. അപ്പോ വ്യാഴത്തിന്റെ എനർജിയാണ് മഞ്ഞ കളറ്. വ്യാഴം ഞാൻ പറഞ്ഞു ഇന്റർ റിലേഷൻ ഓഫ് കാരകത്വം എപ്പോഴും പറയാറുണ്ട്. പണമാണ്, പെരും പണം, എനർജിയാണ്, ജീവനായതുകൊണ്ട് ജീവശക്തിയാണ്. ദൈവാധീനമാണ്, ദൈവികത, ദൈവാധീനം, സ്പിരിച്വാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സ്പിരിച്വാലിറ്റി, ദൈവകാര്യങ്ങള്, ക്ഷേത്രങ്ങള്, ആരാധനകള്, മന്ത്രം, ഔഷധം, പൂജ, പുരോഹിതന്മാര്, ആളുകളെ പഠിപ്പിക്കുക, ടീച്ച് ചെയ്യുക, ഉപദേശങ്ങൾ കൊടുക്കുക, മാനേജ് ചെയ്യുക, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കാരകത്വമുണ്ട്. അത് ഇന്റർ കണക്ഷൻ വരുമ്പോഴാണ് ഓരോന്ന് വന്ന. വ്യാഴത്തിന് ഏത് ഗ്രഹം നോക്കുന്നു, ആരുടെ രാശിയിൽ വ്യാഴം നിൽക്കുന്നു, ഇതൊക്കെ നോക്കിയിട്ട് വേണം അത് ക്ലാരിറ്റി ഇടാൻ. എങ്കിലും വ്യാഴം ഇതെല്ലാമാണ്. മറ്റുള്ള ഗ്രഹത്തിന്റെ കാരകത്വം കൂടി മിക്സ് ആയിട്ട് നമ്മൾ തൊഴിൽ പറയുകയും രാശിയും ഗ്രഹച്ചേർക്കയും ഒക്കെ വെച്ച് തൊഴിൽ പറയുകയും അതിനോടുകൂടി ദശാംശം ഒക്കെ നോക്കിയിട്ടൊക്കെ പറയുകയും ചെയ്യുന്ന പോലെ അവിടെയും വ്യാഴത്തിന്റെ ശക്തി അതിന്റെ കളർ മൂലം, കളറുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് അബ്സോർബ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മഞ്ഞൾ തന്നെ വ്യാഴത്തിന്റെ ഒരു പൊരുളാണ്. അപ്പോ വ്യാഴത്തിന്റെ പൊരുളിനെ വ്യാഴത്തിന്റെ തുണിയിൽ കെട്ടി അലമാര പണം വെക്കുന്ന സ്ഥലത്ത് വെക്കുമ്പോൾ, പണം വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വെക്കുമ്പോൾ ആ എനർജി, ഇരിക്കുന്ന എനർജി ഉള്ളത്, ഗ്രഹത്തിന്റെ എനർജി എവിടെയുണ്ടോ ആ എനർജി ഉള്ള വസ്തുക്കളെ അത് അട്രാക്ട് ചെയ്യും. പണം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഒരു കാരകത്വമാണ്. പെരും പണം, സ്വർണം, ഇതൊക്കെ വ്യാഴത്തിന്റെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കൾ വരാനുള്ള ഒരു ടെൻഡൻസി എന്താകുമെന്നും നമ്മൾക്ക് പോലും മനസ്സിൽ പോലും ഒരു കോസ്മിക് ലെവലിൽ പോലും നമുക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരികയും പണം സമ്പാദിക്കണം എന്നുള്ള ചിന്ത വരികയും ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ ഇതൊരു ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിൽ, അതെന്താണെന്ന് പിന്നീട് നമുക്കൊരു വീഡിയോ കാണാം. ആ ഒരു എനർജി അബ്സോർബർ എന്നുള്ള നിലയിലായാലും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരികയും പണത്തെ ഉണ്ടാക്കാനുള്ള ഒരു മനോനില നമുക്ക് കൈവന്ന് കൂടുതൽ പണം ഉണ്ടാക്കാൻ പ്രവർത്തിക്കാനുള്ള തോന്നൽ വരികയും ചെയ്യും. സൈക്കോളജിക്കലി ഡിപ്പെൻഡന്റ് മെന്റാലിറ്റി എന്ന് പറയും. നമുക്ക് തന്നെത്താൻ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇന്നത് ചെയ്തേക്കണോണ്ട് പണം വരുമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയും അതിലുണ്ട്, ഡിപ്പെൻഡന്റ് മെന്റാലിറ്റിയും.
ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരും. എങ്കിലും യെല്ലോ ഡ്രസ്സുകൾ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ധനവശീകരണത്തിന് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ചെയ്യണം. നിങ്ങളുടെ ജാതകത്തിൽ 6-ലോ 8-ലോ 12-ലോ ആയിരിക്കരുത് വ്യാഴം നിർബന്ധമായിട്ടും. അങ്ങനെയാണെങ്കിൽ വേറെ പല പരിഹാരമാണ് വേണ്ടത്. അത് ജാതകം ക്ലിയർ ആയിട്ട് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. സാധാരണ ഒരാൾക്ക് ഇത്തരത്തിൽ വ്യാഴത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വ്യാഴത്തിന്റെ ഡ്രസ്സുകൾ, വ്യാഴത്തിന്റെ പൊരുളുകൾ ഒക്കെ വെച്ചിട്ട് ധനം ആകർഷിക്കാനായിട്ടൊക്കെ സാധിക്കുമെന്നാണ് ജ്യോത്സ്യന്മാരുടെ ഇടയിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മഞ്ഞപ്പെട്ട് ദാനം ചെയ്യുക, സുവർണ ദാനം, മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള ആരാധനയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പല ഗ്രന്ഥങ്ങളിലും വ്യാഴപ്രകൃതിക്കായിട്ട്, വ്യാഴത്തിന്റെ എനർജൈസേഷൻ ചെയ്യുന്നതിനായിട്ട്, വ്യാഴ ഗ്രഹ ശാന്തിക്കായിട്ട് പോലും ചെയ്യാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.